very vivid childhood memories. We are going to listen from Krishnan. So remembering your childhood? Yeah, நாங்கள் ஆக்சுவலி ரிமெம்பர் நாங்கள் ஒரு இங்கே வந்திருக்கோம். அப்போ இந்த சுந்தரத்தோடு சித்தப்பா பாம்பேலேருந்து வருவாள். அவள் அன்றைக்கெல்லாம் பாம்பேலேருந்து வருஷத்தில் ஒரு காலோ 2 வருஷத்தில் ஒரு காலோ எல்லாம் மட்டும் வருவாள். அவள் வர்றது அன்றைக்கெல்லாம் பெரிய சம்பவமாக்குமுங்க அதில். அவள் வரத்துக்கு முன்னாலேயே ഒരുക്കങ്ങളും പിന്നെ അവ വരാനുള്ള அந்த എക്സ്പെക്റ്റേഷൻസും പിന്നെ அந்த ബോംബെ കുട്ടികൾ അവ എല്ലാം ഒരു ചെറിയൊരു സംഭവമാക്കും അന്നൊക്കെയാണ്. സോ ഐ റിമെമ്പർ അവർ എന്താ ചിത്തപ്പ കൂടെ ഞാൻ സുന്ദരം പിന്നെ വിച്ചുകുമാർ இருந்தாங்க തോന്നുന്നത്. நாங்கள் எல்லாரும் ஒருக்கா இந்த தோட்டில் வந்து குளிக்க வந்திருக்கோம். அப்போது நான் அன்றைக்கி எனக்கு நீந்தலெல்லாம் தெரியும். ஸோ സുന്ദരത്തേക്കും തെരിയും തോന്നരുത്. ഞങ്ങൾ നീന്തുപോകും. അന്നേക്ക് ഇതോടെയും വെള്ളം ഇരുന്നത് ഇതോടെയും ഒഴുക്കിരുന്നത് എന്നാക്കും എന്നോട് ഓർമ്മ. നല്ല രസമായിട്ടുണ്ട്. ഇത്രയും പേരുമാ വന്ന് ഇങ്ങനെ കുളിച്ച് കയറി എൻ്റെ സ്റ്റെപ്സ് എല്ലാം കയറി പിന്നെ എല്ലാം തൊഴുത് പിന്നെ അകത്തേക്ക് പോകും. എല്ലാം നടന്നു ഞാൻ പോവും. ഇങ്ങനെ ആമ്പരെയും നടക്കും. அப்படி தட்ஸ் வெரி கிளியர் மெமரி. அதாக ஸ்பெஷலாக இந்த பாகத்துக்கு நான் வந்தேன். அந்த തോട് പാർക്കണം ചൊല്ലിയിട്ട് அந்த വാച്ച്മാൻ്റെ കേട്ടനെ അവൻ തന്നെ എപ്പോഴും വന്ന് തോടുണ്ടു. പക്ഷെ ഇപ്പോൾ അവൻ എന്നെ പണിയിരിക്കാന്ന് அந்த ഒരു ആറാട്ടുകടവ് മാതിരി ഉണ്ടാക്കിയിട്ട് അങ്ങ് ഓൺലി മേൽശാന്തി അവൾക്ക് മാത്രം தான் குளிக்கலான்னு போட்டு வச்சுருக்கான் அந்த சைடு. പക്ഷെ വേറൊരു സൈഡ് ഓപ്പൺ பண்ணியிருக்காது എല്ലാവർക്കും വന്ന് കുളിച്ചുകலாம் அப்படி. ഇപ്പോൾ ആരും കുളിக்கிறതൊന്നും കണ്ടതില്ല. ഫോട്ടോഷൂട്ട് പ്ലേസ് പിന്നെ ബണ്ട് മാതിരി அந்த തോട്ടിലൊക്കെ കുളിക്കാം. എനിവേ ഗുഡ് നോസ്റ്റാൾജിക് മെമ്മറീസ് ഓഫ് ദിസ് പ്ലേസ്. So where are you going? We are going towards to see the changes to the old Angadipuram as we knew. So the column near Sundaram's house and this house, and now the railway gate is gone. അങ്ങൊരു പാലം വന്നിരിക്കാം. അപ്പോൾ ഇതിനെ എങ്കിട്ട് ചെന്നാൽ കാർ എടുത്തിട്ട് പോകാതെ എങ്കിൽ നടന്നു പോകാൻ പോലും ഇതെല്ലാം ബ്ലോക്ക് കിട്ടും ചിലപ്പോൾ. സോ വി ആർ വാക്കിംഗ് அந்த കോളത്തോട് அந்த പക്കം அந்த വീടെല്ലാം കാണാൻ. നേരെ പോന്നാൽ ഒരു റെയിൽവേ ഗേറ്റ് വരും. അപ്പം എന്താ റെയിൽവേ ഗേറ്റിക്ക് പകരം മെയ്ഡ് ബ്രിഡ്ജ്, ഓവർ ബ്രിഡ്ജ്. അപ്പോൾ ഇங்கேருந்தே அதோடு ബ്രിഡ്ജோடு ஸ்டார்ட் ஆகுறது. இப்போ அவன் அதுங்கிட்டக்க இப்படி போக பറ്റാது, இந்த பிரிட்ஜ் மேலே நடக்க பറ്റാது. நமக்கு அப்படி க்ராஸ் பண்ணி அங்கே போய் பார்க்கலாம்.
എന്നതത് എങ്കിൽ എట్లా പോന റെയിൽവേ സ്റ്റേഷൻ അതെ